കൊച്ചി നഗരത്തിന്റെ തിരക്കിനിടയിൽ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു. അവിടെ ഓരോ സായാഹ്നവും വരികയായിരുന്നു മീര. അവൾക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമില്ല. പുസ്തകങ്ങളും കാപ്പിയും അതായിരുന്നു അവളുടെ ലോകം. ഒരു ദിവസം അവൾ പതിവ് പോലെ ജനലരികിലിരിക്കുമ്പോൾ മുന്നിലൊരാൾ വന്നിരുന്നു. അജയ്. അവനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അവന്റെ ക്യാമറ എപ്പോഴും കൂടെയുണ്ടാകും. ആദ്യം അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. പക്ഷെ കണ്ണുകൾ പല കഥകളും പറഞ്ഞു. ദിവസങ്ങൾ കടന്നു. അജയ് പലപ്പോഴും അവിടെ വരാൻ തുടങ്ങി. അവൻ മീരയെ ശ്രദ്ധിക്കുമായിരുന്നു. അവൾ ചിരിക്കുന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന പ്രകാശം അവനെ ആകർഷിച്ചു. ഒരു ദിവസം അജയ് ധൈര്യം കൂടി ചോദിച്ചു, "നീ എന്താണ് എപ്പോഴും എഴുതുന്നത്?" മീര ചെറുതായി നോക്കി. "കഥകൾ, പറയാത്ത കഥകൾ." "അപ്പോൾ ഞാനൊരു കഥയുടെ ഭാഗമാകാമോ?" അജയ് ചിരിച്ചു. മീരയ്ക്ക് അത്ഭുതമായി. പക്ഷെ അവൾ ചിരിച്ചു. "ശ്രമിക്കാം." ആ ദിവസത്തോടെ അവരുടെ ജീവിതം മാറി. അവരൊരുമിച്ച് നടക്കാൻ തുടങ്ങി. കടൽക്കരയിൽ സമയം ചിലവഴിച്ചു. അജയ് ചിത്രങ്ങൾ പകർത്തി, മീര അവയ്ക്ക് കഥകൾ എഴുതി. ഒരു സന്ധ്യ കടൽക്കരയിൽ സൂര്യാസ്തമനം നോക്കുമ്പോൾ അജയ് പറഞ്ഞു, "മീര, ഞാനെടുക്കുന്ന ഓരോ ചിത്രത്തിലും ഞാൻ നിന്നെ കാണുന്നു." മീരയുടെ ഹൃദയം നിശ്ചലമായി. "അതെന്താണ് അർത്ഥം?" "അതായത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. അവരുടെ ജീവിതം എല്ലായ്പ്പോഴും നിശ്ശബ്ദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിശ്ശബ്ദം പ്രണയത്തോടെ നിറഞ്ഞിരുന്നു. "എനിക്ക് പേടിയാണ്," അവൾ പറഞ്ഞു. "എന്തിന്?" അജയ് ചോദിച്ചു. "ഇത് നഷ്ടപ്പെടുമോ എന്ന്." അജയ് അവളുടെ കൈ പിടിച്ചു. "നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഒന്നും നഷ്ടമാകില്ല." മീരയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. എന്നാൽ അത് സന്തോഷത്തിന്റെ കണ്ണീരായിരുന്നു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "ഞാനും നിന്നെ സ്നേഹിക്കുന്നു." കടലിന്റെ തിരമാലകൾ അവരുടെ കാലുകൾ തഴുകി. ആ സന്ധ്യയിൽ അവർ പ്രണയത്തിന്റെ പുതിയൊരധ്യായം തുടങ്ങി. കാലം കടന്നു. അജയ് എടുത്ത ചിത്രങ്ങളും മീര എഴുതിയ കഥകളും ഒരുമിച്ചൊരു പ്രദർശനമായി മാറി. ഓരോ ചിത്രത്തിനും പിന്നിൽ അവരുടെ പ്രണയത്തിന്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. ആ കഫേയിൽ ആരംഭിച്ച നിശ്ശബ്ദം ഇപ്പോൾ ഒരു മനോഹരമായ സംഗീതമായി മാറി. ചെറുപ്രദേശമായ മൂലമ്പറ്റി ഗ്രാമത്തിൽ ആകാശം നിധിയും തമ്മിലുള്ള പ്രണയം സാധാരണക്കാരെപ്പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സൂക്ഷ്മമായി പ്രളയിച്ചിരുന്നതായി തോന്നിക്കുകയായിരുന്നു. നിധി ഒരു സ്കൂൾ അധ്യാപികയാണ്. ദിവസവും പാഠങ്ങൾ പറയാൻ പോകുമ്പോൾ ആകാശ് ഗ്രാമത്തിലെ ചെറിയ കഫേയിൽ പെയിന്റിംഗ് പഠിക്കുന്ന ഒരു കലാകാരൻ. രണ്ടുപേരും നേരിടുന്ന ലോകം വ്യത്യസ്തമായിരുന്നെങ്കിലും കണ്ണുകളിൽ നിന്ന് മനസ്സ് തമ്മിൽ ഇടപഴകിയിരുന്നു. ഒരു ദിവസം ആകാശ് സ്കൂളിന് സമീപത്ത് പൂന്തോട്ടത്തിൽ പെയിന്റ് ചെയ്യുമ്പോൾ നിധി പാഠങ്ങൾ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ മഴ കൊച്ചു തുടക്കം കുറിച്ചു. നിധി ഓടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ആകാശ് ഒരു കുട കൈവശം വെച്ചു പറഞ്ഞു, "നിനക്കൊരു കുട വേണമോ?" നിധി അവന്റെ കൈ പിടിച്ചു. മഴ തട്ടിയൊഴുകുന്ന മഴത്തുള്ളികളിൽ ഇരുവരും നിന്നു. ആദ്യം ചെറിയ ചിരികൾ, പിന്നെ ഹൃദയം നിറഞ്ഞ കാഴ്ചകൾ. ആ നിമിഷം നിധിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ മഴയല്ല, അവളുടെ ഹൃദയത്തിലേക്ക് വന്നൊരു പ്രണയമഴയാണ്. മഴ അവസാനിച്ച ശേഷം ഇരുവരും പൂന്തോട്ടത്തിന്റെ കോണിലിരുന്നു. ആകാശ് നോക്കി പറഞ്ഞു, "നിധി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ കലയുടെ പ്രചോദനമാണ്." നിധിയുടെ കണ്ണുകൾ ഒരാഴത്തിലുള്ള സന്തോഷത്തിൽ നിറഞ്ഞു. അവൾ മൃദുവായി മറുപടി പറഞ്ഞു, "ഞാനും നിന്നെ സ്നേഹിക്കുന്നു." അന്നുമുതൽ മഴ ഏവരും ഭയക്കുന്ന ഒരു സ്വാഭാവികം മാത്രമല്ല, ഇവരുടെ പ്രണയത്തിന്റെ ഒളിഞ്ഞ സന്ദേശമായി മാറി. നാട്ടിലെ സൈലന്റ് റിവർ പോലെ അവരുടെ പ്രണയം വളരെ നിശ്ചലവും ശക്തവുമായിരുന്നു. കാലം കടന്നപ്പോഴും ആകാശ് പെയിന്റ് ചെയ്ത ചിത്രങ്ങളിലും നിധി എഴുതിയ കൃഷികളിലും അവരുടെ പ്രണയത്തിന്റെ കഥകൾ നിലനിർത്തി. ഗ്രാമത്തിലെ എല്ലാവരും അത് കണ്ടപ്പോൾ അവർക്ക് സ്നേഹത്തിന്റെ സത്യസന്ധമായ ഒരു ഉദാഹരണമായി തോന്നി. വിവരണം: ഡിസ്ക്രിപ്ഷൻ ഫോർ യൂട്യൂബ്. മഴയും പ്രണയവും ഒളിഞ്ഞ് പകൽ പ്രണയം പറയുന്ന മനോഹരമായ മലയാളം ലവ് സ്റ്റോറി. ആകാശും നിധിയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ പ്രണയകഥ. ടാഗ്സ്: മലയാളം ലവ് സ്റ്റോറി, റൊമാന്റിക് സ്റ്റോറി, റെയിൻ ലവ് സ്റ്റോറി, ഹാർട്ട് ടച്ചിംഗ് സ്റ്റോറി, മലയാളം യൂട്യൂബ് സ്റ്റോറി, ലവ് ഇൻ റെയിൻ. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിത് 500+ വാക്കുകൾ ലംബമായ കൂടുതൽ ഡീറ്റെയിൽഡ് വേർഷൻ തയ്യാറാക്കി യൂട്യൂബിനായി വളരെ ആകർഷകമാക്കും. നീ വേണോ?